കേരള രാഷ്ട്രീയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേവലം വാർഡ് തലത്തിലെ ഭരണ നിർവഹണത്തിനായുള്ള ജനവിധിയല്ല, മറിച്ച് അത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ താപമാപിനി കൂടിയാണ്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും അളക്കുന്ന സെമി ഫൈനലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന UDF മുന്നണി അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. നീണ്ട 10 വർഷത്തെ ഭരണമില്ലായ്മയുടെ ക്ഷീണം കോൺഗ്രസിനും അതിന്റെ ഘടകകക്ഷികൾക്കുമുണ്ട്. ഈ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെയും ഏറ്റവും നിർണായകവുമായ ചുവടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. തുടർച്ചയായി 2 ടീമുകളിൽ ഭരണം നഷ്ടപ്പെട്ടത് UDF സംവിധാനത്തിൽ സൃഷ്ടിച്ച സംഘടനാപരമായ മരവിപ്പ് ചെറുതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിക്കാൻ അതിന് മുന്നോടിയായി താഴെത്തട്ടിലുള്ള ജനസ്വാധീനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറയും പ്രവർത്തന കേന്ദ്രവും. ഇവിടെ വിജയിച്ചാൽ മാത്രമേ താഴെത്തട്ടിലെ ഓരോ പ്രവർത്തകനിലും ആത്മവിശ്വാസം നിറയ്ക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി മെഷീനറിയെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കൂ. അതിനാൽ പരമാവധി വാർഡുകളിലും പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും വിജയിച്ച് ഭരണപരമായ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നൽകുന്ന അസാധാരണമായ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മുൻ MLA-മാരെയും ദേശീയ നേതാക്കളെയും വരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം. സാധാരണയായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാക്കളെ ഗ്രാമ നഗര തലങ്ങളിലെ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു നിയമസഭാ പരിവേഷം നൽകുന്നുണ്ട്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്നത് UDF-ന് അഭിമാന പ്രശ്നമാണ്. ഇവിടെ യുവ നേതാവും മുൻ MLA-യുമായ K. ശബരിനാഥിനെ കവടിയാർ വാർഡിൽ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ ഉറച്ച രാഷ്ട്രീയ തീരുമാനമാണ്. തലസ്ഥാന നഗരയിൽ ശക്തമായ ഒരു ഭരണമാറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മുൻ MLA അനിൽ അക്കര മത്സരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇതിനു മുമ്പ് ഇതേ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള പരിചയം ഇദ്ദേഹത്തിനുണ്ട്. തൃശൂർ ജില്ലയിൽ മികച്ച മുന്നേറ്റം നേടാനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കാനും ഈ പ്രമുഖന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന നഗരസഭയിലേക്ക് ഉടുമ്പൽചോല മുൻ MLA EM അഗസ്തി മത്സരിക്കുന്നതും സമാനമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. തദ്ദേശ തലത്തിൽ വിജയം ഉറപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ സ്ഥാനാർത്ഥി നിർണയങ്ങളിലൂടെ പ്രകടമാകുന്നത്. മുൻകാലങ്ങളിൽ മന്ത്രിയും MLA-യുമായിരുന്ന AT പത്മയെ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് AICC സെക്രട്ടറിയും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അനിൽ തോമസ് പത്തനംതിട്ട നഗരസഭയിലേക്ക് ജനവിധി തേടുന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തദ്ദേശ തലത്തിൽ മത്സരിക്കുന്നത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ തന്ത്രങ്ങളിൽ ഒന്നാണ് സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളുടെ തിരഞ്ഞെടുപ്പ് ചുമതല അനുഭവസമ്പന്നരായ മുതിർന്ന നേതാക്കൾക്ക് വീതിച്ചു നൽകിയത്. കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആശയമാണ് ഈ പുതിയ തന്ത്രത്തിന് പിന്നിൽ. ഓരോ നേതാവിനും ഓരോ പ്രധാന നഗരത്തിന്റെ ചുമതല നൽകുന്നതിലൂടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കാനും അതായത് പ്രദേശങ്ങളിലെ പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. ഈ തന്ത്രത്തിലൂടെ UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായ മുന്നേറ്റത്തിൽ ജാഗരൂകരായിരിക്കുമ്പോഴും കോൺഗ്രസിന്റെ അടിത്തട്ട് മുതൽ പ്രവർത്തന രംഗത്ത് സജീവമാക്കാനും നേതാക്കളെ വിജയത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാക്കാനും പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട്. പുതിയ തന്ത്രങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു പ്രധാന മേഖലയാണ് യുവജന പങ്കാളിത്തവും സാമുദായിക സമവായവും. കൂടുതൽ യുവജനങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം നൽകിയത് പാർട്ടിയുടെ യുവജന മുഖം ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഇത് പുതിയ വോട്ടർമാരെ ആകർഷിക്കാനും പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാനും ഉതകും. വിവിധ സാമുദായിക സംഘടനകളുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ചെവി കൊടുക്കാനും അവ പരിഹരിക്കാനും ശ്രമിച്ചത് മുന്നണി സംവിധാനത്തിന്റെ സാമൂഹിക അടിത്തറ വികസിപ്പിക്കാൻ സഹായകമാകും. തർക്കങ്ങളില്ലാതെ പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമീപകാല ചരിത്രത്തിലെ ഒരു വലിയ സംഘടനാപരമായ നേട്ടമാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിലെ വേഗവും ഐക്യവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേവലം അത്ഭുതം സൃഷ്ടിക്കുക എന്നതിലുപരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി മെഷീനറിയെ കൂടുതൽ ചലനാത്മകമാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എങ്കിലും ഭരണമാറ്റം സാധ്യമാക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ കൃത്യമായ വിജയ പ്രതീക്ഷകൾ മുന്നണി വെച്ചു പുലർത്തുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലാണെങ്കിൽ നിലവിലെ ഭരണം നിലനിർത്തുക എന്നും എറണാകുളത്തെ ഏറ്റവും ഉയർന്ന ഉറച്ച പ്രതീക്ഷയോടെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുക എന്നും തൃശൂർ, കൊല്ലം എന്നിവിടങ്ങളിൽ ആഞ്ഞു പിടിച്ചാൽ ഭരണത്തിലേറാൻ കഴിയുമെന്നുമാണ് വിലയിരുത്തൽ. അതോടൊപ്പം കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തേക്ക് പോയ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും
നില മെച്ചപ്പെടുത്തി ശക്തമായ മുന്നേറ്റം നടത്താമെന്ന് കണക്കുകൂട്ടുന്നുണ്ട്. 8 മുതൽ 9 വരെ ജില്ലാ പഞ്ചായത്തുകളിൽ വിജയം നേടാമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. നിലവിൽ ഭരണത്തിലുള്ള എറണാകുളം, മലപ്പുറം, വയനാട് എന്നിവയ്ക്ക് പുറമെ കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഉറച്ച വിജയ പ്രതീക്ഷയുമുണ്ട്. കോട്ടയത്തും തൃശൂരിലും ഉൾപ്പെടെയുള്ള ജില്ലകളിലും മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിലയിരുത്തപ്പെടുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളെ കളത്തിലിറക്കിയതും മുതിർന്ന നേതാക്കൾക്ക് കോർപ്പറേഷൻ ചുമതലകൾ നൽകിയതും യുവജനങ്ങളെയും സമുദായങ്ങളെയും ഒപ്പം നിർത്തിയും ശക്തമായ ഒരു മുന്നേറ്റം നടത്തുക എന്നതാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഈ മുന്നേറ്റം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണചക്രം UDFന് അനുകൂലമാക്കാൻ നിർണായകമായ അടിത്തറയാകുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള ഒരു നിർണായക യുദ്ധം തന്നെയാണ്.